ഹലോ മച്ചമരത്തുള്ള ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടായത് ചേട്ടാ ഡെയിലി ലൈഫ് ഇടാൻ പറഞ്ഞു. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരാൾ ഒരു കമൻറ്റ് ചോദിച്ചായിരുന്നു, വേറെ ഒരു കമൻറ്റ് കണ്ട് വേറെ പുതിയ പുതിയ കാഴ്ചകൾ കാണിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകുന്നതിനൊരു പരിധിയുണ്ട്. വണ്ടിയൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇവരോടെ പോകുമ്പം തിരിച്ച് റിട്ടേൺ റൂമിലോട്ട് വരാൻ നേരത്താണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുള്ളത് കൂടുതലും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല വീഡിയോസ്, നല്ല കാഴ്ചകളും കാണിക്കാൻ ശ്രമിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു വീഡിയോ തന്നെ, ഒരു സ്ഥലവും ഓരോ കാര്യങ്ങൾ തന്നെ ഡെയിലി കാണുമ്പോഴത്തേക്ക് ബോറടിയാവും. അത് കാരണമാണ് വീഡിയോ ലേറ്റ് ആകുന്നത്. അതായത് ഇനിയും എന്തായാലും വീഡിയോ വെള്ളി ശനി ഓരോ വീഡിയോ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടേക്കാം. വീഡിയോ ഉണ്ടാക്കി ഇടുന്നതിന് മുമ്പേ അതിൻ്റെ അകത്ത് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും വെള്ളി ശനിയും കറക്റ്റായിട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ പോയി എല്ലാവരും കണ്ടിട്ട് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കിടന്ന് ഉറക്കടി. ഉറക്കമില്ലേ നിനക്ക്? ഞാൻ പോയിട്ട് വരാവേ. ഓഹോളോ വൈൻഡില്ല. കൈതാ പോയിട്ട് വരാം. എന്തായാലും നമുക്ക് രാവിലെ സ്കൂള് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും എല്ലാവരുടെയും വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വന്നത് ഒന്ന് നടന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഓടിക്കാൻ പറ്റാത്ത വണ്ടികളെല്ലാം ഇവിടെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ അതിൻ്റെ ഇവിടുത്തെ ചെറുക്കൻ കൊണ്ടുപോയി ഒട്ടിച്ചതാണ് വണ്ടിയിൽ. ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടെ എല്ലാ വണ്ടിയിലും ഇതൊക്കെയാണ് പരിപാടി. ജില്ലയിലും ക്ലാസ്സിലും ഒക്കെ. ഇത് കഫീലിൻ്റെ മോൻ്റെ വണ്ടിയാണ്. ഇത് ഈടക്കെടുത്ത വണ്ടിയാണ്. ഇത് കണ്ടില്ലേ? ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അകത്തിരുന്ന കണ്ണ് കാണാൻ പറ്റുമെന്ന്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഒരാൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു, ചേട്ടാ രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രാവിലെ തൊട്ട്. ഇപ്പം ഒന്നുകൂടെ എല്ലാവരുടെയും ഇത് പ്രകാരം ഇടുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ സ്കൂൾ ഓടാൻ വേണ്ടി വന്നു. ഇപ്പം കണ്ടില്ല 5:30 ഇതുവരെ ഇറങ്ങി വന്നില്ല. ചിലപ്പോൾ 5:45 ആണ്. പിന്നെ ചിലർക്ക് നമ്മുടെ വീഡിയോ ഇടുന്നത് കൊണ്ട് ചിലർക്ക് നാട്ടിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരുടെയും പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, അതെൻ്റെ മര്യാദ കൊണ്ട്. ഇനി ആരുടെ അടുത്തും ഇങ്ങനെ കാണിക്കാതിരിക്കുക, അതും കൂടെ ശ്രദ്ധിക്കുക. എന്തായാലും അതൊക്കെ വിട്, അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതൊക്കെ ഞാൻ മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഞാൻ ഈ ഇവിടുത്തെ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനി ഒരാൾക്ക് ഇത് കൂട്ടൊരു ഗതി വരില്ലെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത്. അത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ചിലവരൊക്കെ, ഞാൻ തന്നെ സൗദിയിലോട്ട് വരാൻ നേരത്തെ ഞാൻ കുറേ യൂട്യൂബ് ചാനലും എല്ലാം തപ്പിയിട്ടുണ്ട്, സൗദിയിലെ ഹൗസ് ഡ്രൈവർമാരുടെ അവസ്ഥയും കാര്യങ്ങളും എങ്ങനെയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 90-80% ആൾക്കാരുടെ അവസ്ഥ എൻ്റെ ഈ സെയിം കൂട്ടൊക്കെ തന്നെയാണ്. ബാക്കിയുള്ള 20 പേരെ വലിയ കുഴപ്പമില്ല. അവർ വന്നാണ് കമൻറ്റ് ഇടാറുമുണ്ട്. ആര് പറഞ്ഞ് നല്ല വീട്ടുകാരുണ്ടല്ലോ? നല്ല വീട്ടുകാരും ഉണ്ട്, ആരെ കുറ്റം പറയുന്നില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക്. അപ്പം ആദ്യമേ ഇതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്ക് ഈ വിസ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. അതിവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യമേ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി എല്ലാം അവരുടെ ഉത്തരവാദിത്തത്തിൽ നമ്മളിവിടെ വരണം.
ലാസ്റ്റ് വന്നതാണ്ട് ഈ കൂട്ട് ഞാൻ കിടക്കുന്ന കൂട്ട് കിടക്കേണ്ടി വരും. അതൊന്നും കുഴപ്പമില്ല, നമ്മളിവിടുന്ന് രക്ഷപ്പെടും. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത്. എന്തായാലും ഇത് ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ വരുമല്ലോ, അപ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മളൊരു പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടാൽ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഒരു ഉപകാരമാവും. നമ്മുടെ വീഡിയോ നമ്മളെങ്ങനെ കിടന്നതാണ്, നമ്മൾ എവിടെ നിന്ന് വന്നതാണ് എന്നുള്ളതൊക്കെ വെച്ച്. അപ്പോൾ എന്തായാലും അവർ വരട്ടെ, അങ്ങോട്ട് പോകുമ്പോൾ ഓരോന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാം നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടെ പരിപാടിയാണ്. സ്കൂളിനകത്ത് പരിപാടിയൊക്കെ ഇന്നാന്ന് തോന്നുന്നു. അല്ല, ഇവിടെ എന്തൊക്കെയോ പരിപാടി. അപ്പോൾ ഗൈസ് അവരെ പിള്ളേരെ എല്ലാം സ്കൂളിൽ ഇറക്കി. അപ്പം ഇവിടെ എന്തോ ഇന്നലെ നാഷണൽ ഡേ ആയിരുന്നു. അപ്പം അതിൻ്റെ ഇന്ന് സ്കൂൾ തുറന്നുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് മൊത്തം സാധനമായിരുന്നു, അതെല്ലാം ഇറക്കി. ഇനി മേഡം പറഞ്ഞ് മേഡത്തിൻ്റെ വീട്ടിൽ പോയിട്ട് മറ്റേ സ്പീക്കറുണ്ട്, വലിയ സ്പീക്കർ, അങ്ങ് കുടുംബ വീട്ടിൽ പോകണം. അതിന് ഇവിടെ നിന്ന് ഇനി ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയി ഇനി അതെടുത്തുകൊണ്ട് വീണ്ടും സ്കൂളിലോട്ട് തന്നെ വരണം. അപ്പോൾ എന്തായാലും ഇനി ആ സ്പീക്കറൊക്കെ പോയി എടുക്കട്ടെ. അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ മറ്റേ 2 പിള്ളേരുണ്ടോ, അവന്മാരെയും കൂടെ കൊണ്ടുപോകണം. അതൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും പോയി സ്പീക്കർ എടുത്തോണ്ട് വരാം ഗൈസ്. അപ്പോൾ തന്നെ സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സ്കൂളിൻ്റെ അവിടെ വന്ന് ഇനിയും കൊണ്ട് കൊടുക്കണം, വീട്ടിൽ പോകണം. ഇത് കൊടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മളിപ്പം 3ാമത്തെ തവണ വരുന്നു പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ 3-4 തവണ ഇപ്പം സ്കൂളിൽ തന്നെ വന്ന് പോയി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇനിയും വീട്ടിൽ ഇറക്കണം. ഇനി ഇത് കഴിയുമ്പോൾ പിന്നെയും 10-11 മണിയാകുമ്പോൾ ഇവരെ വിളിക്കാൻ വരണം. ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട മേഡത്തെ വിളിക്കാൻ വേണ്ടി സ്കൂളിൻ്റെ അവിടെ വന്ന് വെളിയിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അകത്ത് പാർക്കിംഗ് കിട്ടിയില്ല, നേരത്തെ വരാൻ പറ്റാത്തത്. അപ്പോൾ വെളിയിലാണ്. ഈ വിളിക്കുമ്പം അകത്തോട്ട് കയറി ചെല്ലാം. എന്താ വെച്ചാൽ പിള്ളേരെ ഞാൻ 11-11:30 ആയപ്പോൾ വന്ന് വിളിച്ചായിരുന്നു. ഇനി മേഡം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വെളിയിൽ കിടന്നാലും കുഴപ്പമില്ല. പിന്നെ ഡെയിലി എന്തോ വീഡിയോ ഇടുമെന്നാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടും അങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോകാത്തോണ്ടേ. ഞാനല്ല, പോകുന്നിടത്തെല്ലാം ചില ദിവസമൊക്കെ പോസ്റ്റായിരിക്കും. അതായത് 2 മണിക്കൂർ 3 മണിക്കൂർ വെയിറ്റിങ്. അതാണ് ഞാൻ പറഞ്ഞ ആഴ്ചയിൽ 3 വീഡിയോ അതെങ്ങനെയും സെറ്റ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും മേഡം വരട്ടെ. ഈ മേഡം വന്നിട്ട് ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല, അത് എങ്ങോട്ടാണ് പോകുന്നത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് മേഡം പറഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എവിടെയോ പോകണമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് ചോറ് വെക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പം ഇന്നൊരു ദിവസം വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കാം എന്ന് വിചാരിച്ചു. വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി ഫുഡൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ മേളിൽ പോകും. പിന്നെ കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കഴിക്കാൻ ടൈം കിട്ടത്തില്ല. അതിൽ നല്ലത് വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കാൻ. ഞാനിപ്പോൾ എന്തായാലും നമ്മളിവിടെ അടുത്ത് മലയാളി ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ചോറ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി നമുക്ക് പുറത്തുനിന്നുള്ള കഴിപ്പ് നടക്കത്തില്ല ഈ ശമ്പളത്തിൽ. എന്തായാലും ഞാൻ കടയുടെ അവിടെ വന്നു. എന്തായാലും ഊണുണ്ടെങ്കിൽ ഊണ് മേടിക്കാം. വണ്ടി പാർക്ക് ചെയ്യാനാണ് സ്ഥലമില്ലാത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളി റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഫുഡൊക്കെ നല്ല ഫുഡ് കേട്ടോ. മോലയിലൊക്കെ ആയാലും വരുവാണെങ്കിൽ തന്നെ നമ്മുടെ മുറൂജ് അതിനടുത്തായിട്ട് ഒത്തൈമയൊക്കെ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട്.
നല്ല ഫുഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി മേടിച്ചുകൊണ്ട് വരട്ടെ. അങ്ങനെ ചോറ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫ് ഇങ്ങനെയല്ല. നമ്മളെന്നും രാവിലെ സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ പോയി നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ റൂമിൽ തന്നെ വെക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ തന്നെ കണ്ടില്ലേ എത്ര തവണ ഇപ്പോൾ സ്കൂളിലോട്ട് വിളിച്ചെന്നറിയോ. അത് അടുപ്പിച്ചല്ല, വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന്, പക്ഷേ ഓരോ മണിക്കൂർ ഇടവിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതാണ്, ഉച്ചയ്ക്കത്തേലും പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. ഇനി വൈകിട്ടത്തേക്ക് ഇനി ടൈം കിട്ടുമ്പോൾ ഫുഡ് ഉണ്ടാക്കുക. അങ്ങനെയാണ്. എന്തായാലും റൂമിലോട്ട് പോട്ടെ. ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇനി അത് കഴിക്കണം. ഇനി ഇത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, നമുക്ക് പോകുമ്പോൾ കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മുറൂജ് എന്ന് പറയും. അതായത് നമ്മളിവിടെ ആ പച്ചക്കറിയും കാര്യങ്ങളുമൊക്കെ മേടിക്കാൻ വരുന്നത്, മീനും പച്ചക്കറിയും കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒരു ചേട്ടൻ എന്നെ കാണാൻ വന്നായിരുന്നു, മുറൂജിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ റൂമിൽ വന്നായിരുന്നു. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആ നീല ബോർഡ് കണ്ടില്ലേ, അതാണ് ഫിഷ് മാർക്കറ്റ്. അവിടെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തും കൂടുതൽ ഒത്തിരി മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് റൂമിൽ പോയി ഇനി ഫുഡൊക്കെ കഴിക്കണം, എന്നിട്ട് നമുക്ക് ഓട്ടം പോകാം. അപ്പോൾ തൻ്റെ ശാലുകൊണ്ട കഫിൻ്റെ മോനെയും കൊണ്ട് ഓട്ടം പോയിക്കുമായിരുന്നു. ഓട്ടം പോയി ഇനി നമുക്ക് വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇനി നമ്മളവിടെ എന്തോ പരിപാടിയുണ്ട്, ഇനി അങ്ങോട്ട് ചെല്ലണം. എന്തുവാണെന്നറിയില്ല, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. റൂമിനകത്തെ ചെല്ലാൻ പറഞ്ഞു. ഇന്ന് വൈകിട്ട് ഇവിടെ എന്തോ പാർട്ടി ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വണ്ടി നേരെ ഇട്ടില്ലെങ്കിൽ വന്ന് ചോദിക്കും എന്താണ് വണ്ടി നേരെ ഇടാഞ്ഞത് എന്നൊക്കെ. നമ്മൾ വേണ്ട കറക്റ്റ് ക്ലിയറായിട്ടാണ് വണ്ടി വിട്ടേക്കുന്നത്. അതായത് ഇപ്പുറത്തെ റോഡല്ലേ, അത് കാരണം കറക്റ്റ് പാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിയാണ്. എല്ലാവരും റൂമിലുണ്ട് ഇപ്പം. അപ്പം നമ്മളെ ശാലുവിൻ്റെ കഫീലിൻ്റെ മോനെ കൊണ്ട് പോയതായിരുന്നു. വൈകിട്ട് ഇപ്പോൾ സമയം 5:30-6 മണിയാകുന്നു. എന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ കണ്ടില്ലേ, നല്ല വെട്ടമുണ്ട് അതില്ലേ. നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒരു മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് എന്തോ വായത്തിനെ കിട്ടി. ഇപ്പം റൂമിൻ്റെ അവിടോട്ട് വന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ മേഡം വിളിക്കും, പോകണം. ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തൊക്കെയോ പരിപാടി എന്നുണ്ടെന്ന്. അപ്പം കസാര ഇതെല്ലാം എടുത്ത് ഇനി അവിടെ ഗ്രൗണ്ടിൽ ഇടണം. ഇവിടെ നിന്ന് മാറ്റി വിടണം. ഇതെല്ലാം എടുക്കാനുള്ളത് എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഇതെല്ലാം പിറക്കി ഇനി അപ്പുറത്തിടണം. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കാര്യം വലിയ ഓട്ടം കാണുമെന്ന് തോന്നുന്നില്ല. ഓട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയിരിക്കും. ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. മജ്‌ലിസ്. അപ്പോൾ ഈ സാധനം മൊത്തം പിറക്കിനി അവിടെ ഇടണം. അതിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ പരിപാടിയൊന്നും അറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് ഓട്ടം പോകും, അല്ലെ എല്ലാവരും ഇവിടെ ആയിരിക്കും. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ അന്നേരത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ ഒന്ന് പിറക്കിയിടട്ടെ. ഓക്കെ, ഇതാണ് ഇവരെല്ലാവരും വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം നമ്മൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് എല്ലാവരും വൈകുന്നേരമൊക്കെ വന്നിരിക്കുന്നത്. നമ്മളല്ല, കഫിലൊക്കെ. എന്തായാലും നമുക്ക് നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് പോകാം. ഈ ഇടനാഴിയിൽ കൂടെ വേണം നമ്മുടെ റൂമിലോട്ട് പോകാൻ. അതായത് ഒരു കാര്യം കാണിച്ചു തരാം. അതായത് ഇന്ന് അവിടെ എന്തോ പരിപാടിയായിട്ട്
അവർക്ക് ഗാവ ചായയൊക്കെ ഇല്ലേ, അതൊക്കെ അനത്താൻ വേണ്ടി ഇത് സെപ്പറേറ്റ് ആളിനെ വിളിച്ചിരിക്കുന്നതാണ് ഇവർ. അപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ളതെല്ലാം കൊണ്ട് കൊടുക്കും. ഇവിടെയൊക്കെ വെളിയിറങ്ങിയിരിക്കുന്ന വെള്ളം അത് കണ്ടോ, അവിടെ തീയാണ് കേട്ടോ, തീയ പോലെ കേട്ടോ, കേട്ടോ അവിടെ തീയ കേട്ടോ, പറഞ്ഞ കേട്ടോ. ഞാൻ പോയി കഴിഞ്ഞാൽ തീക്കകത്തൊന്നും പോയി കയറില്ല, അവിടെ തീയുണ്ട് കേട്ടോ, കേട്ടോ എന്നിട്ട് നോക്ക് കേട്ടോ, കേട്ടോ. ആ തീക്കകത്ത് പോയി കയറില്ല കേട്ടോ, നീ പറഞ്ഞില്ലെന്ന് വേണ്ട. അവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വീണ്ടും ഓട്ടം കിട്ടി, അത് പോവാണ്. ഇവിടെ ഇരുട്ടി തുടങ്ങി, എന്നെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി. മുന്നോട്ട് ചെന്നിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ വിളിച്ച്, അവിടെ അത് സാധനങ്ങളൊക്കെ പിടിച്ച് വെക്കാൻ വിളിച്ച്. അടുത്ത പണി കിട്ടി പോവാണ്, എന്നെ സാധനം മേടിക്കാനാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം. ഈ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു സ്ഥലത്തോട്ട് പോകാൻ. അത് കണ്ടില്ല, അത് ഇമാം റോഡ്, അതിൻ്റെ തൊട്ടിപ്പുറത്ത് സൈഡിലെ റോഡാണിത്. എന്ത് ചെയ്യാനും നല്ല ബ്ലോക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പൂച്ചയ്ക്ക് ഡ്രസ്സ് എടുത്ത കടയാണിത്. എല്ലാവരും ചോദിച്ചായിരുന്നു ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. അത് ഈ കടയാണ്, ചുമല. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ അവിടെ എല്ലാം വില കൂടുതലാണ്. കണ്ടില്ലേ, ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കും. അതായത് ആ ഹൈവേയിലോട്ട് ചാടാൻ വേണ്ടി നമ്മൾ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകും. ഈ സൈഡ് പിടിച്ച് പോകുന്നതും നമുക്ക് പണിയാണ്. അതായത് ഈ പാർക്ക് ഇട്ടേക്കുന്ന വണ്ടികൾ കണ്ടില്ലേ, ഇതിലേതെങ്കിലുമൊക്കെ ഒരെണ്ണം നോക്കാതൊക്കെ ആയിരിക്കും പുറകിലോട്ട് എടുക്കുന്നത്. അത് നമുക്കും പണിയാണ്. ആ സൈഡ് ആ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ആ സൈഡ് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. നമുക്ക് നേരെയാണ് പോകേണ്ടത്. കണ്ടില്ലേ, സൈഡ് മൊത്തം ബ്ലോക്ക്. അതാ മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി, ഹൈവേയിലോട്ട് ഇറങ്ങാൻ വേണ്ടി. പിന്നെ എൻ്റെ ഈ പമ്പ് കണ്ടില്ലേ, ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. നമ്മളിവിടെ നിന്നല്ല പെട്രോൾ അടിക്കുന്നത്, നമ്മൾ തൊട്ടപ്പുറത്തു നിന്നാണ്. പക്ഷെ അവിടെ ഇടയ്ക്കൊരു തവണ വന്നപ്പം അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. കണ്ടില്ലേ വണ്ടി കയറ്റി വെക്കുന്ന നാട്ടില്ല. അതൊക്കെയാണ് ഇൻഡിക്കേറ്റർ ഇടത്തില്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പോക്കും മുടങ്ങും. അതായത് ഏതൊരു വണ്ടിയുടെ പുറകിൽ ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അവിടെ അവന്മാർ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് നിർത്തും. പിന്നെ ഇൻഷുറൻസുകാർ വരണം, അവർ വരാതെ നമുക്ക് പോകാനും പറ്റത്തില്ല. ഓക്കെ, അറബി ശരിക്കറിയാത്തതുകൊണ്ട് ഇവരോട് പറഞ്ഞ് നിൽക്കാനും പറ്റത്തില്ല. കണ്ടില്ലേ, ഇവൻ ആ ഹൈവേയിലോട്ട് ചാടാൻ വേണ്ടിയായിരുന്നു അവൻ കയറി വന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ ഈ ഒത്തൈമയുടെ അപ്പുറത്ത് കടയുണ്ട്, അവിടെയാണ് നമുക്ക് കയറേണ്ടത്. നമുക്കും പണി കിട്ടി. അകത്തോട്ട് കയറുന്നിടത്ത് വണ്ടി കിടക്കുന്നു. ഇവിടുന്ന് അകത്തോട്ട് കയറണം. കുഴപ്പമില്ല, ആരാണ് വണ്ടിയും മാറ്റിത്തരത്തില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി പാർക്കിംഗ് നോക്കട്ടെ. ഇവിടെ പാർക്കിംഗ് കിട്ടാനാണ് പാട് ഗൈസ്. അപ്പോൾ നമ്മൾ കടയ്ക്കകത്ത് കയറി. എന്തൊരു ഫോട്ടോ എനിക്ക് ഇട്ട് തന്നായിരുന്നു ഗ്ലാസിൻ്റെ, അത് ഈ ഭാഗത്ത് ഇവിടെയുണ്ട്. 2 ദിവസം മുന്നേ വന്ന് മേടിച്ചായിരുന്നു. ഓ കിട്ടിപ്പോയി. ഇത് കണ്ടില്ലേ, ഇത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. മേടിക്കട്ടെ. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിറങ്ങി. അതുകൊണ്ട് ആ കാണുന്ന ജ്യൂസ് കടയില്ലേ, അവിടെ നമ്മൾ ആ മാവേലിക്കരക്കാരാണ് അവിടെ നോക്കുന്നത്. ആ കട, ജ്യൂസ് കട, അത് കണ്ടില്ലേ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മൾ ഊട് വഴി പിടിക്കുക. നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി. മെയിൻ റോഡ് വഴി പോകത്തില്ല. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കയറിപ്പോ.
ഇവരൊരു നോട്ടമില്ല, വണ്ടി കൊണ്ടങ്ങ് വട്ടം വെക്കുക. കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, വണ്ടി കൊണ്ട് ചേർത്ത് വെച്ചേക്കുക. എന്നാൽ നമ്മുടെ വണ്ടി വരുന്ന കണ്ടിട്ടും കയറ്റി വെച്ചതാണ്. അത് ഗ്ലാസ്സിൽ കൂടെ നോക്കി. നമ്മൾ പേടിച്ചാണ് വണ്ടിയും കൊണ്ട് ഇവിടെ നടക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ വണ്ടി ഇവിടുന്ന് വരുന്നത് കണ്ടിട്ട് അവിടുന്ന് കയറ്റി വെച്ചതാണ്. അടുത്ത വണ്ടി കയറി വരാനാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. 3 വണ്ടി 3 സൈഡിൽ കൂടെ വന്ന് കയറ്റി വെച്ചു. നമ്മളെങ്ങനെയും വഴിയൊഴുക്കി നമ്മൾ പോവും. അപ്പം നമ്മളെന്തായാലും ഇങ്ങനത്തെ ഊടുവഴിയൊക്കെ കയറിയാണ് നമ്മളോട്ട് പോകുന്നത്. അതായത് മെയിൻ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് കാരണം നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ ഒരു സമയമെടുക്കും. നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അല്ലാതെ നിങ്ങൾ പോയില്ല അങ്ങനെ. അതാണ് ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. ഇവിടെ 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞ്. എന്നിട്ടും കണ്ടില്ലേ, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരണമെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അഭിപ്രായം പറയുക. ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ സാഹചര്യം അതാണ്. പിന്നെ ഈ വണ്ടികൾ കണ്ടില്ലേ, ഇത് മൊത്തം ഓരോ വീട്ടിലെ വണ്ടികളാണ്. അടുപ്പിച്ച് എല്ലാ വീട്ടിലും 1 2 3 വണ്ടികൾ വെച്ച് കാണും. ഇനി എന്തായാലും റൂമിലോട്ട് ചെല്ലട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചെറിയ വീഡിയോ നല്ല ഉറക്കമാണ്. കണ്ടിലേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ കള്ളുറക്കമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എപ്പോഴും ദൂരത്ത് വെളിയിലല്ലേ കിടക്കുന്നത്. ഞാൻ ഉള്ള